ഹലോ, ഇപ്പോൾ രാത്രി ഇങ്ങനെ കുത്തിയിരുന്ന് ഈ ഒരു ഡിസൈൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ സ്കാലപ്പ് പാറ്റേൺ ചെയ്തിട്ടുള്ള ഒരു നെക്കിൻ്റെ ഡിസൈനാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ഡിസൈൻ ചെയ്യുന്ന വെച്ചാൽ പിൻട്രസ്റ്റിലൊക്കെ കയറുന്ന കുറേ സമയം ഇങ്ങനെ കളഞ്ഞു. കുറേ ഡിസൈൻസ് കണ്ടുമടുത്ത കുറേ ഡിസൈൻസ് അതിലിങ്ങനെ കിടപ്പുണ്ട്. ഞാൻ വിചാരിച്ചു എൻ്റേതായ എന്തെങ്കിലും ഒരു ഡിസൈൻ ചെയ്യാമെന്ന്. അങ്ങനെ ഞാൻ ഈ ഒരു സീക്വൻസ് വിത്ത് കട്ട് ബീഡ് വിത്ത് റൗണ്ട് ബീഡും ഉള്ളൊരു ഡിസൈൻ ചെയ്തു തുടങ്ങി. അപ്പോൾ വൺ സൈഡ് ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഈ ഒരു ഡിസൈൻ ഞാൻ ഈ സ്കാലപ്പ് ചെയ്തതിന് ശേഷമാണ് ഈ ഒരു ഡിസൈൻ ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്കാലപ്പ് ചെയ്തതിന് ശേഷം ചെയ്യുമ്പോൾ നമുക്ക് ആ ഒരു കർവും കാര്യങ്ങളും ഒക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് കിട്ടണമെങ്കിൽ ഇങ്ങനെയുള്ള ഡിസൈൻസ് സ്കാലപ്പിനുള്ളിൽ കൊടുക്കുമ്പോഴത്തേക്കും ഡിസൈൻസ് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഞാൻ സ്റ്റിച്ച് ചെയ്ത് ക്യാൻവാസ് ഒട്ടിച്ച് എല്ലാം ശേഷമാണ് ഈ ഒരു വർക്ക് തുടങ്ങിയത്. നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുള്ളൊരു കുർത്തി റിങ്ങിലിടുമ്പോൾ വർക്ക് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. പക്ഷേ എങ്കിൽ കൂടി ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വർക്ക് പെർഫെക്റ്റായിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഏകദേശം ഒരു വൺ സൈഡിൻ്റെ ഡിസൈൻ ഫ്ലവേഴ്സ് രണ്ട് സൈഡിൽ ഫ്ലവേഴ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ മറ്റേ സൈഡും കൂടി അതിൻ്റെ കർവൊക്കെ വെച്ചിട്ട് റൗണ്ടൊക്കെ വരച്ച് സെറ്റ് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് ഡേ വർക്ക് ചെയ്യാൻ. അപ്പോൾ ഈ ഒരു ഡിസൈൻ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടോ ഉണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്താൽ ഒന്ന് ഫോളോ ചെയ്താൽ ഇതിൻ്റെ ബാലൻസ് ഡിസൈനും കൂടി കാണാം. ഓക്കെ, താങ്ക് യു. അപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് റൗണ്ടെല്ലാം ഞാൻ മറന്നുപോയി. അപ്പോൾ ആ ഒരു റൗണ്ട് ഒന്ന് ഇൻവിസിബിൾ മാർക്ക് ഉപയോഗിക്കുന്നതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അയൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവനങ്ങ് മാഞ്ഞു പോയിക്കോളും. ടൈലറിങ് ചോക്കൊക്കെ ഉപയോഗിക്കുമ്പോഴത്തേക്കും കുറച്ച് ബുദ്ധിമുട്ടാണ്, അതങ്ങ് നിൽക്കും. ഇത് ഓൾറെഡി കുറച്ച് ഡിസൈൻസ് ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്, പക്ഷെ അതൊന്ന് വാഷ് ചെയ്താൽ പോകും. പക്ഷേ ഈ ഇൻവിസിബിൾ മാർക്ക് ഇത് അയൺ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചൂടിൽ അങ്ങ് അലുത്ത് പോയിക്കോളും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇൻഫോർമേറ്റീവാണ്, ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് ഇതിനെ ഒന്ന് ഫോളോ ചെയ്യണമെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ ഒന്ന് ഫോളോ ചെയ്യണം. കുറേ വീഡിയോസൊക്കെ വരുന്നുണ്ട്.